രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് CJP-യുമായുള്ള ചർച്ചയ്ക്ക് തൊട്ട് മുൻപ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചിരിക്കുന്നു. ഈ സമരത്തിലെ എന്റെ സുഹൃത്തുക്കളെ, അതിഗംഭീരമായിട്ടുള്ള വാർത്തയാണ്. അതിഗംഭീരമായിട്ടുള്ള വാർത്ത എന്നതിനേക്കാൾ അപ്പുറം വേറെ ഒന്നും പറയാനില്ല. കുട്ടികളുടെ മുമ്പിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ഗവൺമെന്റ് മുട്ടുകുത്തുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണത്തിന്റെ അവസാനത്തിന്റെ തുടക്കമാണോ ഈ രാജ്യോട് കൂടി തുടങ്ങാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്കൊക്കെയുള്ള ഒരു സിമ്പിൾ സംശയം കേട്ടോ. ഒരു പക്ഷേ അങ്ങനെ തന്നെ അതിനൊക്കെ കാണണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കൂ, ജൻസികളെ സമരത്തെ തുടക്കം മുതൽ അവഗണിക്കുകയായിരുന്നു ഈ ഒരു കേന്ദ്ര സർക്കാർ. തുടക്കം മുതലേ ജൻസികൾ സമരത്തെ വെറും പാറ്റകൾ നടത്തുന്ന സമരം, ഇതിനെല്ലാം തുടക്കം കുറിച്ചത് ഒരു ജഡ്ജാണെന്നും അദ്ദേഹത്തിന്റെ വാക്കോട് കൂടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രോക്കോച്ച് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കപ്പെടുന്നതും. അപ്പോഴേക്കും ഇവിടെ നീറ്റ് പരീക്ഷ ഭാഗമായിട്ട് 10-20 കുട്ടികൾ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാവുന്നു. അതിനെ ലെവലേശം പരിഗണിക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്ക് നഷ്ടപരിഹാരം നൽകുകയോ ചെയ്യാതിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന ക്രോക്കോച്ച് പാർട്ടി സ്ഥാപകനടക്കമുള്ള ആളുകൾ കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾ, +1 പഠിക്കുന്ന കുട്ടികൾ, 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് സമരം തുടങ്ങുന്നത്. തുടക്കത്തിൽ ഇന്ത്യയിലെ CPM ഒഴികെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ, ഈവൻ നമ്മുടെ കോൺഗ്രസ് അടക്കം ഇതിനെ അവഗണിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ അവഗണനയുടെ ഒപ്പം തന്നെ നല്ല മനസ്സുറപ്പുള്ള ജൻസി വിദ്യാർത്ഥികൾ അവരവഗണിക്കുകയാണെങ്കിൽ അവഗണിക്കട്ടെ, ഞങ്ങൾക്ക് ഇത് നേടിയിട്ടേ ഞങ്ങൾ തിരിച്ചു പോകൂ. അവരാകെ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ച ഒരൊറ്റ മുദ്രാവാക്യം, അത് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിലെ അദ്ദേഹം രാജിവെക്കുക എന്നുള്ളതായിരുന്നു. പ്രധാൻ എന്ന് പറയുന്ന ആ ഒരു മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹം രാജിവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഈ ജൻസി വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും തുടക്ക സമയത്ത് ഇവർ പരിഗണിച്ചതേ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയെങ്കിലൊക്കെ ഇവരെ ഒന്ന് ലൈറ്റ് ആക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നു. ഏറ്റവും അവസാനമായിട്ട് മീറ്റിംഗ് നടക്കാൻ പോവുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ഒന്നാമത്തെ ആവശ്യം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇതാ രാജിവെച്ചിരിക്കുന്നു, സ്ഥാനത്ത് അദ്ദേഹം മാറിയിരിക്കുന്നു, ആ രാജി പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ്. കേന്ദ്ര സർക്കാരിന്റെ പരാജയം, കേന്ദ്ര സർക്കാർ ഈ ആവശ്യം സമരത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി തന്നെ. ഞാനിതിനെ ഒരുപക്ഷെ ഈ ഒരു ഭരണത്തിന്റെ അവസാനത്തിന് തുടക്കം എന്നൊക്കെ പറയാൻ കാരണം, ഇതിനു മുമ്പ് കർഷക സമരം നടന്നായിരുന്നു. എത്ര നിഷ്ഠൂരമായിട്ടാണ് ആ കർഷക സമരത്തെ ആളുകളെല്ലാം ഇല്ലാണ്ടാക്കി കളഞ്ഞെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ചില വ്യക്തികൾ നടത്തുന്ന, ചില വിഭാഗം ആളുകൾ നടത്തുന്ന സമരത്തിന് വലിയ മുൻതൂക്കം കിട്ടുകയും, എന്നാൽ നമ്മുടെ മർമ്മപ്രധാനമായിട്ട് കർഷകരും മറ്റും നടത്തുന്ന സമരങ്ങൾക്ക് അത്രയേറെയൊന്നും പ്രാധാന്യം കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു വലിയ സമര വിജയം. ആദ്യമായി വാർത്താ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന റിപ്പോർട്ട് ടിവിയാണ്. അപ്പോൾ സമരത്തിന്റെ ഒരു വലിയ വിജയം, അതായത് 3:30 മണിക്ക് ചർച്ച നിശ്ചയിക്കുന്നു. അതുവരെ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് മുന്നിൽ, വിദ്യാർത്ഥികളുടെ ശക്തിക്ക് മുന്നിൽ നിന്ന് കേന്ദ്രം തിരിച്ചറിയുന്നു. മറ്റൊരു മാർഗവുമില്ലാതെ മോദി സർക്കാരിലെ, 3ാം മോദി സർക്കാരിലെ പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന 3ാം സ്ഥാനക്കാരൻ എന്ന് തന്നെ പറയാം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നു. സായ്, തീർച്ചയായിട്ടും. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ആ ഒരു ജൻസി വിപ്ലവത്തിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു മോദി ഗവൺമെന്റ് എന്നുള്ളതാണ്. ഒരു സംശയവുമില്ല. മോദി സർക്കാർ കുട്ടികളെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു. വെറും കുട്ടികൾ എന്ന രീതിയിൽ തള്ളിക്കളഞ്ഞ, വെറും പാറ്റകൾ എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ആ ഒരു കുട്ടികളെ മുമ്പിലാണ് പ്രധാനമന്ത്രി പരാജയപ്പെട്ടിരിക്കുന്ന മുമ്പിൽ മുട്ടുമടക്കുകയാണ്. അവരാവശ്യം അംഗീകരിക്കുകയാണ്. അത് അംഗീകരിക്കാതെ ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇത് തുടക്കമാണ്, ഇനി വരാൻ പോകുന്ന വൻ വിജയങ്ങളുടെ തുടക്കം എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ബൈ.